Hi all, welcome to once. നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 5ൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. മൊഡ്യൂൾ 5ൻ്റെ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിലെ 14 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ബിയിലെ രണ്ടാമത്തെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ നോക്കിയേ 20ൽ 8 മാർക്കിൻ്റെ ഒരു ന്യൂമറിക്കലാണുള്ളത്, പിന്നെ 6 മാർക്കിൻ്റെ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബോത്ത് ആർ ഫ്രം ദ എയർപോർട്ടാണ്. എ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ന്യൂമറിക്കലാണ് ആൻഡ് ഇതാണ് എയർപോർട്ടിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന അല്ലേ, നമുക്കറിയാം കറക്ഷൻ ഫോർ റൺവേ ലെങ്ത് അതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ എ പറയുന്നത്? ദ റൺവേ ലെങ്ത് റിക്വയർ ഫോർ ലാൻഡിംഗ് അറ്റ് സീ ലെവൽ ഇൻ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഈസ്, ലാൻഡിങ്ങിന് വേണ്ടി എത്രയാണ്? 3000 മീറ്റർ ആണ്. റൺവേ ലെങ്ത് റിക്വയർഡ് ഫോർ ടേക്ക് ഓഫ് അറ്റ് സീ ലെവൽ ഇൻ ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഈസ് 2500 മീറ്റർ ആണ്. ക്ലിയർ? ദ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഈസ് 25 ഡിഗ്രി സെൽഷ്യസ്, ART ഈസ് ഡയറക്ട്ലി given and the standard atmospheric airdrome elevation is 150 meter and the corresponding standard temperature is 14.025 degrees Celsius ആണ്. Clear അല്ലേ? So ART is given, standard temperature is given which is 14.025 degrees Celsius ആണ്. ഇനി if the effective runway gradient is 0.5%, determine the runway length to be provided. ഓക്കെ അല്ലേ? സോ വലിയ ന്യൂമറിക്കലാണ്, എല്ലാ സ്റ്റെപ്പും വളരെ വ്യക്തമായിട്ട് എഴുതണം. ഓക്കെ, ഓരോ സ്റ്റെപ്പിനും നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ഉണ്ട്. സോ എന്താണ്, നമുക്കൊരു കാര്യം പറയാം. ലാൻഡിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഇഫ് യു ആർ ഫൈൻഡിങ് ഔട്ട് ദ റൺവേ ലെങ്ത് ഫോർ ലാൻഡിംഗ് വി നീഡ് ഓൾ ദ കറക്ഷൻസ് അല്ലേ. ഓൾ ദ കറക്ഷൻസ് ആർ റിക്വയർഡ്. ഏതോ കറക്ഷൻസ് വേണം അല്ലേ? നമുക്ക് എലിവേഷൻ കറക്ഷൻ കൊടുക്കണം, എലിവേഷൻ കറക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഏതാ ഉള്ളത്? നമുക്ക് ടെമ്പറേച്ചർ കറക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഏത് പ്രൊവൈഡ് ചെയ്യണം? ഗ്രേഡിയൻറ്റ് അല്ലേ. സോ ഈ 3 കറക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം ഫോർ ലാൻഡിംഗ്. ബട്ട് ടേക്ക് ഓഫ് ആണെങ്കിലോ സോറി അല്ലേ, തിരിച്ചല്ലേ? ഫോർ ടേക്ക് ഓഫ് ആണെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ഓൾ ദീസ് കറക്ഷൻസ്. ക്ലിയർ? ഫോർ ടേക്ക് ഓഫ് വി ഹാവ് ടു പ്രൊവൈഡ് ഓൾ ദീസ് കറക്ഷൻ. ബട്ട് ലാൻഡിംഗ് ആണെങ്കിൽ ഇഫ് യു ആർ ഡിസൈനിങ് ദ റൺവേ ഫോർ ലാൻഡിംഗ് ഓൺലി, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ലാൻഡിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് കറക്ഷൻ കൊടുത്താൽ മതി? കറക്ഷൻ ഫോർ എലിവേഷൻ മാത്രം കൊടുത്താൽ മതി അല്ലേ. കറക്ഷൻ ഫോർ എലിവേഷൻ മാത്രം നോക്കിയാൽ മതി ആൻഡ് ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ ആദ്യം നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ തിങ്സ് ഫോർ ടേക്ക് ഓഫ്. ഓക്കെ, സോ റൺവേ ലെങ്ത് ആണ് ഫോർ ടേക്ക് ഓഫ്. ഓക്കെ, ഗിവൺ ബേസിക് റൺവേ ലെങ്ത് എത്രയാണ്? പറയൂ. 2500 മീറ്റർ ആണ് അല്ലേ. 2500 മീറ്റർ ആണ് ഗിവൺ ബേസിക് റൺവേ ലെങ്ത്. ഫസ്റ്റ് കറക്ഷൻ എന്താണോ? കറക്ഷൻ ഫോർ എലിവേഷൻ ആണ്. ക്ലിയർ? കറക്ഷൻ ഫോർ എലിവേഷൻ ആണ്. എന്താണ് കറക്ഷൻ ഫോർ എലിവേഷൻ്റെ വേണ്ടത്? നോക്കി എന്താ വരേണ്ടത്? കറക്ഷൻ ഫോർ എലിവേഷൻ എത്രയാണ്? ഇറ്റ് ഷുഡ് ബി runway length should be increased by 7% for every 300 meter rise in elevation above the basic runway length. അങ്ങനെയല്ലേ? സോ 7% നമ്മൾ എന്ത് ചെയ്യണം? അതായത് 7/100 ഇൻക്രീസ് ചെയ്യണം ഫോർ എവറി 300 മീറ്റർ റൈസ് ഇൻ എലിവേഷൻ. ആൻഡ് ഇവിടെ എത്രയാണോ റൈസ് ഇൻ എലിവേഷൻ? 150 മീറ്റർ ആണ്. ഇൻറ്റു ബേസിക് റൺവേ ലെങ്ത്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ കറക്ഷൻ ഫോർ എലിവേഷൻ വരിക. നോക്കി, വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നമുക്കറിയാം ഇത്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 87.5 മീറ്റർ എന്ന് കിട്ടും. 87.5 മീറ്റർ എന്ന് കിട്ടും. സോ ഇതാണ് കറക്ഷൻ. Therefore, corrected runway length is equal to എത്രയാണ് വരിക? the basic runway length 2500 plus 87.5 അല്ലേ. 87.5. So if you do this will be 2587.5 മീറ്റർ ആണ്. സോ റൺവേ ലെങ്ത് കൂടിയില്ലേ? എലിവേഷൻ കറക്ഷൻ കൊടുത്തപ്പോൾ ഒന്ന് ജസ്റ്റ് എന്തായി? ഇൻക്രീസ് ആയി. സിമിലർലി ഈ കറക്ഷൻ കഴിഞ്ഞിട്ട് എന്താണ്? നമുക്ക് രണ്ടാമത്തെ കറക്ഷൻ എന്താണ്? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്. പറയൂ, എന്താണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ? എന്താ പറയുന്നത്? ദ റൺവേ ലെങ്ത് ആഫ്റ്റർ കറക്റ്റിംഗ് ഫോർ എലിവേഷൻ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1% ഫോർ എവറി റൈസ് ഇൻ ART എബവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ്. അതായത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? റൈസ് ഇൻ ART
റൈസ് ഓഫ് ART, അതായത് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എബവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ആദ്യം അത് കണ്ടുപിടിക്കുക അല്ലേ. സോ തന്നിട്ടുണ്ട് രണ്ട് വാല്യൂസും, ബോത്ത് ദ വാല്യൂസ് ആർ ഗിവൺ. എന്താണ് ART എത്രയാണ്? 25 ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 14.025 ആണ്. ഓക്കെ, യെസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. സോ റൈസ് ഓഫ് ART എബവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ART. അത് 14.025നേക്കാളും എത്ര കൂടുതലാണെന്ന് പറയാൻ അവർ ഡിഫറൻസ് അല്ലേ എടുക്കേണ്ടത്? യെസ്. എത്രയാണ് വരിക? ദിസ് ഇസ് 10.975 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ സെപ്പറേറ്റ് കാണണം. ഇതിന് സെപ്പറേറ്റ് 1 മാർക്ക് അവൈലബിൾ ആണ്. ക്ലിയർ ആണോ? യെസ്. ഇനി എന്ത് ചെയ്യുക? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ എന്താണ്? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ CT കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എത്ര ART കൂടിയോ അതിൻ്റെ ഓരോ ഡിഗ്രി സെൽഷ്യസിനും 1% ഇൻക്രീസ് ചെയ്യണം. 1% എന്ന് പറഞ്ഞാൽ 1/100. യെസ്. ഫോർ എവറി റൈസ് ഇൻ ടെമ്പറേച്ചർ എബവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. സോ 1/100 ഇൻറ്റു 10.975 ഇൻറ്റു ഓവർ ദ runway length which is corrected for elevation, that is 2587.51 അല്ലേ. so that will be equal to എത്ര കിട്ടുന്നത്? this is 284 meter എന്ന് കിട്ടും. so this is a correction for temperature, therefore corrected length of runway എത്രയാണ് വരിക പറയൂ? corrected length of runway will be equal to 25. ഇതാണ് corrected length for elevation പ്ലസ് അതിനോട് എന്ത് ഇപ്പോൾ കിട്ടിയ കറക്ഷൻ ആഡ് ചെയ്യുക, 284 മീറ്റർ എന്ന് ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ 2871 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 2871 മീറ്റർ എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഈ സാർ ഓക്കെ? യെസ്. ഇനി കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കഴിഞ്ഞു, കറക്ഷൻ ഫോർ എലിവേഷൻ കഴിഞ്ഞു. നമ്മൾ എന്ത് നടത്തണം നോക്കിയേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനം നടത്തിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ചെക്ക് നടത്തണം അല്ലേ. ചെക്ക് എന്താടോ? യെസ്. The total correction after elevation and temperature should not be greater than 35% or it should be less than 35% ആണ്. അതായത് ടെമ്പറേച്ചറും എലിവേഷനും കറക്ഷൻ കൊടുത്തതിന് ശേഷം ഉണ്ടായ റൺവേ എത്രയാണ്? 2871 ആണ്. യെസ്. 2871 മൈനസ് 2500 ഡിവൈഡ് ബൈ 2500 അല്ലേ. സോ കമ്പയർ ചെയ്യണ്ടേ ബേസിക് റൺവേ ലെങ്ത്തിൽ നിന്നും കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആൻഡ് എലിവേഷൻ കഴിഞ്ഞ് കിട്ടുന്ന റൺവേ എത്ര കൂടാൻ പാടില്ല? it should not be more than 35% or എന്ത് പറയാം, it should be less than 35% എന്ന ഡയലോഗ് എഴുതണം. വളരെ നിർബന്ധമാണ്. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് മച്ച് പെർസെൻറ്റേജ്, ഇത് എത്ര കിട്ടും നിങ്ങൾക്ക്? യു വിൽ ഗെറ്റ് ദിസ് മച്ച് പെർസെൻറ്റേജ് ഈസ് ഓൺലി 14.84% ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 35% ആണ്. ഹെൻസ് ചെക്ക് ഈസ് ഓക്കെ എന്ന് എഴുതണം. ഹെൻസ് ചെക്ക് ഈസ് ഓക്കെ. നമ്മളെ റൺവേ എന്താണ്? സ്റ്റേബിൾ ആണ് എന്ന ഡയലോഗും കൂടി എഴുതണം. ഓക്കെ, യെസ്, ദേ ആർ വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. എവറിത്തിങ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. സോ ചെക്ക് ഈസ് ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് സ്റ്റെപ്പാണ്, ദ തേർഡ് സ്റ്റെപ്പ്, വിച്ച് ഈസ് കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് ആണ്. പറയൂ, കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് എന്താണോ പറഞ്ഞേ? യെസ്, ദ റൺവേ ലെങ്ത് ആഫ്റ്റർ കറക്റ്റിംഗ് ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ should be increased by 20% for every 1 degree for 1% rise in gradient അല്ലേ. 1% rise in gradient ആണ്. അതായത് നമ്മൾ കറക്ഷൻ എന്താണ് വരിക? കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് എഴുതുകയാണ്. 20% ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് ഈസ് 20/100 ഇൻറ്റു യെസ് എത്രയാണ് റൺവേ ലെങ്ത് കിട്ടിയത്? 2871 അല്ലേ. യെസ്, ആഫ്റ്റർ കറക്റ്റിംഗ് ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ റൺവേ ലെങ്ത് 2871 എന്ന് കിട്ടി. ഫോർ എവറി 1% റൈസ് ഇൻ ഗ്രേഡിയൻറ്റ്, എത്രയാണ്? ഗ്രേഡിയൻ്റ് ഈസ് ഇൻക്രീസ് ബൈ എത്രയാണ്? 0.5% ആണ്. ക്ലിയർ. സോ എന്ത് മൾട്ടിപ്പിൾ ചെയ്യുക? 0.5 എന്ന് മൾട്ടിപ്പിൾ ചെയ്യാം. ക്ലിയർ. സോ ഇഫ് യു ഡു ദിസ് യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 287 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ. യെസ്, ഇതാണ് കറക്ഷൻ. ദിസ് ഇസ് ദ കറക്ഷൻ. therefore corrected length will be equal to corrected length of runway, yes, for take off, that is 2871 plus എന്ത് ചെയ്യണം? 287 ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 3158 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ദ കറക്റ്റഡ് റൺവേ ലെങ്ത് ഫോർ ടേക്ക് ഓഫ് ആണ്. ഫോർ ടേക്ക് ഓഫ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഫോർ ടേക്ക് ഓഫ് ആണ്. ലെറ്റ്സ് സേ ദിസ് ഈസ് എ ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് എ എന്ന് പറയാം. ഓക്കെ, സോ ടേക്ക് ഓഫിൻ്റെ കറക്റ്റഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സിമിലർലി നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫോർ ലാൻഡിങ്. ഓക്കെ, സോ റൺവേ ലെങ്ത്, സിമിലർലി നമ്മൾ റൺവേ ലെങ്ത് ഫോർ ലാൻഡിങ് കണ്ടുപിടിക്കണം. അത് കമ്പയർ ചെയ്യണം അല്ലേ? റൺവേ ലെങ്ത് ഫോർ ലാൻഡിങ് ആണ് ഇനി പറയുന്നത്. നമുക്കറിയാം എന്ത് മാത്രം മതി? കറക്ഷൻ ഫോർ എലിവേഷൻ മാത്രം മതി.
യെസ് കറക്ഷൻ ഫോർ എന്താണ് ബേസിക് റൺവേ ലെങ്ത് പറഞ്ഞേ ലാൻഡിങ്ങിന് വേണ്ടി പറയുന്ന ബേസിക് റൺവേ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത് 3000 മീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3000 മീറ്റർ ആണ് ഇറ്റ് റിക്വയർസ് ഓൺലി എന്ത് മതി കറക്ഷൻ ഫോർ എലിവേഷൻ ഈസ് റിക്വയർഡ് ഓൺലി കറക്ഷൻ ഫോർ എലിവേഷൻ ഈസ് റിക്വയർഡ് ക്ലിയർ ആൻഡ് എലിവേഷൻ കറക്ഷൻ എന്താണോ യെസ് the runway length the basic runway length should be increased by 7% for every 300 meter rise in elevation അതായത് 7/100 എത്രയാണ് റൈസ് ഇൻ എലിവേഷൻ 150 ആണ് യെസ് ഫോർ എവറി 300 മീറ്റർ റൈസ് ഇൻ എലിവേഷനിൽ വേണ്ടി ചെയ്യണം ഇപ്പോൾ എത്രയാണ് 150 ആണ് ഇൻറ്റു ബേസിക് റൺവേ ലെങ്ത് ദാറ്റ് ഈസ് 3000 മീറ്റർ സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് വാല്യൂ ഓക്കെ ദിസ് മച്ച് വാല്യൂ ഇസ് ഓൺലി റിക്വയർഡ് എത്ര കിട്ടിയത് യെസ് ഐ ഗെസ് യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 105 മീറ്റർ അല്ലേ 105 മീറ്റർ എന്നാണ് കിട്ടുക ദിസ് ഈസ് എ കറക്ഷൻ ഫോർ എലിവേഷൻ ഇത് കറക്ഷൻ ആണ് ദെയർ ഫോർ കറക്റ്റഡ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും പറയൂ ദാറ്റ് ഈസ് ബേസിക് റൺവേ ലെങ്ത് 3000 പ്ലസ് 105 സോ യു വിൽ ഗെറ്റ് ദ ആസ് 3105 മീറ്റർ ക്ലിയർ അല്ലേ സോ ഇതാണ് ഏതിന് വേണ്ടിയിട്ടുള്ള ലെറ്റ്സ് സേ ഇത് ബി എന്ന് പറയാം ദിസ് ഈസ് ഫോർ ലാൻഡിംഗ് ആണ് അല്ലേ സോ കറക്റ്റഡ് റൺവേ ലെങ്ത് ഫോർ ലാൻഡിംഗ് എത്രയാണ് വരുന്നത് 3105 ആണ് ഫോർ ടേക്ക് ഓഫ് എത്രയാണ് വരുന്നത് 3158 മീറ്റർ ആണ് സോ എത്രയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക ടേക്ക് ഓഫിന് വേണ്ടി 3158 മീറ്റർ ആണ് ലാൻഡിങ്ങിന് വേണ്ടി 3105 ഉള്ളൂ തീർച്ചയായിട്ടും രണ്ടും കോമ്പൻസേറ്റ് ചെയ്യണ്ടേ രണ്ടും സാറ്റിസ്ഫൈ ആവണ്ടേ സോ മാക്സിമം ഓഫ് എ ആൻഡ് ബി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് therefore the runway length is equal to എന്ന് പറഞ്ഞിട്ട് എഴുതണം എത്രയാണ് runway length is equal to എത്രയാണ് 3158 അല്ലേ എത്രയാണ് വാല്യൂ വാട്ട് വാസ് ദ വാല്യൂ 3158 മീറ്റർ ആണ് സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് 3158 ആണ് ഓക്കെ മാക്സിമം ഓഫ് ദീസ് ടു വാല്യൂ ആണ് ഇടുന്നുണ്ട് ഈ സാധനം അവസാനത്തെ ഡയലോഗും കൂടി എടുത്തെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടി കിട്ടും ക്ലിയർ അല്ലേ ആൻഡ് അതിനെ വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം യു ക്യാൻ റൗണ്ട് ഓഫ് ദിസ് ടു 3160 മീറ്റർ കുറച്ചുകൂടി എന്ത് ചെയ്യാം യെസ് റൗണ്ട് ഓഫ് ചെയ്യാം ഓർ യു ക്യാൻ റൗണ്ട് ഇറ്റ് ഔട്ട് ഓഫ് ടു 3200 എന്ന് റൗണ്ട് ഓഫ് ചെയ്യാം അല്ലേ കുറച്ച് കൂടുതലായിക്കോട്ടെ നല്ലതാണ് കോസ്റ്റ് കൂടിയാലും സേഫ്റ്റി കൂടുതലായിരിക്കും ക്ലിയർ സോ ദാറ്റ് ഈസ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ യെസ് ഇതാണ് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ 20ാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് ക്ലിയർ അല്ലേ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാ സ്റ്റെപ്പും വ്യക്തമാക്കി കാണിക്കണം യെസ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണം ആൻസർ കാണിക്കണം ചെക്ക് എന്തായാലും നടത്തണേ ചെക്ക് കാണിക്കുമ്പോൾ എന്താണ് ചെക്ക് എന്നും കൂടി പറയണം എന്താണ് ദ കറക്റ്റഡ് റൺവേ ലെങ്ത് ആഫ്റ്റർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ യെസ് ദ ചേഞ്ച് ഇൻ ദ അല്ലെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ runway length after elevation and temperature should not be more than 35%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20ലെ ബി ക്വസ്റ്റ്യൻ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ എനി 6 സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ റിലേറ്റഡ് വിത്ത് ദ എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ അല്ലേ ഇത് നമ്മൾ തിയററ്റിക്കൽ പഠിക്കുന്ന പോയിന്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനുണ്ടാവും സോ ദീസ് ആർ ദ സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലേ ഒരു എയർപോർട്ട് സൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ഈസ് നോക്കി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒരു 6 പോയിന്റ് എഴുതിയാൽ മതി അതിൻ്റെ എക്സ്പ്ലനേഷനും ക്ലിയർ യെസ് റീജിയണൽ പ്ലാൻ ആണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ് അല്ലേ ദ സെലക്ടഡ് ഏരിയ ഷുഡ് സ്യൂട്ട് ദ റീജിയണൽ റിക്വയർമെന്റ് സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ഓഫ് എയർപോർട്ട് ക്ലിയർ ആണോ യെസ് എല്ലാ എയർപോർട്ടിനും ഈസിലി കണക്ട് ആവണം ആ ഏരിയയിലും അത് ഗുണം ഉണ്ടാക്കണം ക്ലിയർ അല്ലേ സോ റീജിയണൽ പ്ലാന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ഫാക്ടർ ഈസ് എയർപോർട്ട് യൂസ് ആണ് The selection site depends upon the use of an airport whether for civilians or military operations. അതിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ ഇൻ എമർജൻസി സിവിലിയൻസ് എയർപോർട്ട് ആർ ടേക്കൺ control for military purpose also that's why okay site selected should be such that it should give natural protection to the area from air raids and this is important for airport in compact regions if the site contains bushes the planes can be hidden by the underground insulation so എന്താണ് അതിൻ്റെ പർപ്പസ് എയർപോർട്ടിൻ്റെ യൂസ് എന്താണ് സാധാരണ സിവിലിയൻസിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മിലിറ്ററി യൂസ് ആണോ എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്യും ദ എയർപോർട്ട് സൈറ്റ് ക്ലിയർ ആ എക്സ്പ്ലനേഷൻ ഏതാണ് ആ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നോക്കിയ പ്രോക്സിമിറ്റി ദ തേർഡ് വൺ ദ പ്രോക്സിമിറ്റി ടു ദ അതർ ലൊക്കേഷൻ എന്താണ് ദ എയർപോർട്ട് സൈറ്റ് സെലക്ടഡ് ഫോർ എ ന്യൂ എയർപോർട്ട് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ദ ഓപ്പറേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് എയർപോർട്ട് ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയം ഓഫ് എയർപോർട്ട് ട്രാഫിക് എയർ ട്രാഫിക് ആൻഡ് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് എയർ കൺട്രോൾ സിസ്റ്റം അഡോപ്റ്റഡ് അല്ലേ നമ്മൾ ഡൽഹിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്തായിട്ട് 2 എയർപോർട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈറ്റ് ലൊക്കേഷനൊക്കെ ആ അവിടുത്തെ ട്രാഫിക് വോളിയത്തിനെ അല്ലേ അതായത് എയർപോർട്ട് എയർക്രാഫ്റ്റ് ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്യും അതേപോലെ അവിടുത്തെ ടേണിംഗ് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ നമുക്ക് അഥവാ നിങ്ങൾ എയർക്രാഫ്റ്റ് നിങ്ങൾ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
എന്തൊക്കെയോ കാരണം റൺവേ എന്താണ് ബിസിയാണ്. നമ്മളെ എയർക്രാഫ്റ്റ് എന്താ ചെയ്യുക, നമ്മുടെ എയർപോർട്ടിന് മുകളിലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ, അതിനെയാണ് നമ്മൾ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. സോ സ്മൂത്ത് ആയിട്ട് നമ്മുടെ എയർക്രാഫ്റ്റിന് നമ്മുടെ എയർപോർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ടേൺ ചെയ്യാനുള്ള ഒരു എന്താണ് ഫീസിബിലിറ്റി ഉണ്ടാവണം, ആ ഒരു സ്പേസ് അവൈലബിൾ ആയിരിക്കണം. സോ ആ ടേണിംഗ് റേഡിയസ് അല്ലെ, അതിൻ്റെ തൊട്ടടുത്ത് വേറെ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിലോ, സോ അവർ തമ്മിൽ കൊളൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, പ്രോക്സിമിറ്റി ഒക്കെ ഡിസൈഡ് ചെയ്യും. ദെൻ ദ ഫോർത്ത് ഫാക്ടർ, the ground accessibility. This is very important. The site should be readily accessible to the users. The time to reach an airport should not be more than 30 minutes by the drive from residential area or from a commercial area. The best location is adjacent to highways. Yes, also availability of public transportation system should be seen. തീർച്ചയായിട്ടും. Okay. Then the topography, like എന്തൊക്കെയാണ്, a raised ground or a hilltop is usually ideal site for aircraft. കാരണം എന്താണ്, വലിയ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യാം, സ്മൂത്ത് ആയിട്ട് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം അല്ലേ. ലെസ് ഒബ്സ്ട്രക്ഷൻ ഇൻ ദ അപ്രോച്ച് സോൺ. യെസ്, അപ്രോച്ച് സോണൊക്കെ പഠിക്കുന്നത് നമ്മൾ. ആൻഡ് ടേണിംഗ് സോൺസ്. നാച്ചുറൽ ഡ്രെയിനേജ് ഉണ്ടാവണം അല്ലേ. സോ നമ്മൾ വേറെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈലി എലിവേറ്റഡ് ഏരിയ ആണെങ്കിൽ വാട്ടറിൻ്റെ ഫ്ലോ ഒക്കെ എന്തായിരിക്കും, യെസ് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും അല്ലേ. മോർ യൂണിഫോം വിൻഡ് ആയിരിക്കും. യെസ്, ഹൈലി എലിവേറ്റഡ് ആണെങ്കിൽ ബെറ്റർ വിസിബിലിറ്റി ഡ്യൂ ടു ലെസ് ഫോഗ് ആയിരിക്കും. ക്ലിയർ അല്ലേ. യെസ്, ഇതാണ് ഫിഫ്ത്ത്. യെസ്, നമ്മൾ എത്ര എഴുതി, നിങ്ങൾക്ക് 6 എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് എ ഫിഫ്ത്ത് വൺ. 6 എഴുതിയാൽ മതി. യെസ്, നമ്മൾ വേണമെങ്കിൽ 1-2 എക്സ്ട്രാ പറയും. ഒബ്സഷൻ എന്താണ്, ഒരു രീതിയിലും ഒബ്സഷൻ ഉണ്ടാകാൻ പാടില്ല. നോക്കിയേ, വെൻ എയർക്രാഫ്റ്റ് ഈസ് ലാൻഡിംഗ് ഓർ ടേക്കിംഗ് ഓഫ്, it loses or gains altitude very slowly compared to the forward speed. Okay, for this reason long approach zones are provided on either side of the runways known as approach zone, over which aircraft can safely gain or lose altitude. Alle, yes, the area should be kept free from obstructions like fences, trees, poles of lines, buildings and other natural man-made objects. So എയർപോർട്ടിന് ചുറ്റും നിങ്ങൾ ഒരിക്കലും ഒരു ഹൈ റേസ്ഡ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല. വൈ, നമുക്ക് സ്മൂത്ത് ആയിട്ട് എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യും ടേക്ക് ഓഫ് ചെയ്യും വേണം. ഓക്കെ, സോ വേറൊരു ഓപ്ഷൻ ഉണ്ടാകാൻ പാടില്ല, കുറച്ച് അപ്പുറത്ത് ഉണ്ടാക്കുക. ആൻഡ് ദ ഫ്യൂച്ചർ ഗ്രോത്ത് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സോണിംഗ് ലോസ് ആണ്. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് വിൻഡ് കമ്പോണൻ്റ് ആണ് അല്ലേ. ദ റൺവേ ഷുഡ് ബി സോ സെലക്ടഡ് ദാറ്റ് ദ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഈസ് ഡൺ ബൈ ഹെഡിങ് ഇൻ ടു ദ വിൻഡ് ആണ്. ഹെഡിങ് ഇൻ ടു ദ വിൻഡ് ആണ്, അതായത് ഡയറക്ഷൻ ഓഫ് വിൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ആയിരിക്കണം. നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും യെസ് വിൻഡിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ദിസ് പ്രൊവൈഡ്സ്, എന്താ അതിന് ഗുണം, അങ്ങനെയാണെങ്കിൽ ദിസ് പ്രൊവൈഡ്സ് ഗ്രേറ്റ് ലിഫ്റ്റ് ടു ദ വിങ്സ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഡ്യൂറിംഗ് ടേക്ക് ഓഫ്. യെസ്, ആൻഡ് ആസ് ദിസ് പ്രൊവൈഡ് ഫാസ്റ്റർ റൈസ് ആസ് മച്ച് ആസ് ഏർലി ആസ് ഷോർട്ടർ ലെങ്ത് ഓഫ് ദ റൺവേ. സോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ നിങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങോട്ട് വിൻഡ് വരണം, അപ്പോഴാണ് എന്തുണ്ടാവുക, ലിഫ്റ്റ് ഫോഴ്സ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. സോ ഷോർട്ടർ ലെങ്ത്തിൽ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓൾസോ ഡ്യൂറിംഗ് ലാൻഡിംഗ് ആണെങ്കിലോ ദ ഹെഡ് വിൻഡ് will be giving a braking effect and the aircraft comes to rest in smaller length of runway. ക്ലിയർലി, അതായത് ഡോമിനേറ്റിംഗ് വിൻഡിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ റൺവേ എങ്ങനെയാണെങ്കിൽ അല്ല, ഇതാണ് ഡോമിനേറ്റിംഗ് വിൻഡ്, ഇതാണ് ഡോമിനേറ്റിംഗ് വിൻഡ്, നിങ്ങൾ ടേക്ക് ഓഫ് ഇങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ ലാൻഡിങ്ങും ഇങ്ങനെ ആയിരിക്കണം. ക്ലിയർ അല്ലേ. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ലിഫ്റ്റിംഗ് ദ എയർക്രാഫ്റ്റ് ഡ്യൂറിംഗ് ദ ടേക്ക് ഓഫ് ആൻഡ് ഇറ്റ് ആക്ട്സ് എസ് എ ബ്രേക്കിംഗ് എഫക്ട് ഡ്യൂറിംഗ് ദ ലാൻഡിംഗ്. ക്ലിയർ അല്ലേ. യെസ്, സോ ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ. യെസ്, സോ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, ആവശ്യം വേണ്ട അത്യാവശ്യത്തിന് വേണ്ട കൂടുതൽ തിയറീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡിസ്കഷൻ. ഓക്കെ, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, താങ്ക് യു.